പ്ലാവല്ല, ഇത് പ്ലാവും അല്ല ആഞ്ഞിലിയും അല്ല, അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. അതായത് ഇത് ഒരു ഫ്രൂട്ടിൽ ഒരു 10, 12, 15 ചുള കാണും. അതായത് ചക്കയും അല്ല, എന്നാൽ ഇത് അണിച്ചക്കയുമല്ല. ചെമ്പരത്തി പൂ പോലെ ചുമന്ന ചുളയുള്ള ചക്കയുടെ തൈകളാണ് ആ കാണുന്നത്. തായ്ലാൻഡ് റെഡ് പ്ലാവിൻ്റെ തൈകളാണ് ആയിരിക്കുന്നത്. അത് 35 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എത്ര തൈ ചോദിച്ചാലും തരാനായിട്ടുണ്ട്. ഇത് ഞാൻ ബഡ് ചെയ്തുണ്ടാക്കുന്നതായതുകൊണ്ട് ഇത് രണ്ട് വെറൈറ്റി കളറാണ്. ഈ കാണുന്നത് മിയാസാക്കിയുടെ വയലറ്റ് കളറാണ്, ഈ കാണുന്നത് മിയാസാക്കിയുടെ റെഡ് വെറൈറ്റിയാണ്. നമ്മുടെ നഴ്സറിയിൽ മിയാസാക്കിയുടെ 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി ഉള്ളൂ. ആ 2 വെറൈറ്റിയും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകളാണ്. കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഇത് രണ്ടും. നമ്മൾ ഈ പോട്ട് മിക്സ് ഉൾപ്പെടെ പ്ലാന്റുകൾ നട്ട് 2 പേർക്ക് ഈസി ആയിട്ട് തൂക്കി വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലുള്ള നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിലാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇദ്ദേഹത്തെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ നഴ്സറിയുടെ ഈ ഒരു മനോഹരമായ ഒരുപാട് വെറൈറ്റികളുള്ള ഈ ഒരു നഴ്സറിയുടെ ഓണറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജയരാജൻ എന്നാണ്. എൻ്റെ വീട് നെയ്യാറ്റിങ്കര കൊടങ്ങാവള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കേരള പോലീസിലെ 29 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് വിരമിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഞാനിവിടെ ഒരു നഴ്സറി ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഫലവൃക്ഷതകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ചെടി ഐറ്റങ്ങൾ യാതൊന്നും നമ്മുടെ നഴ്സറിയിലില്ല. ഫലവൃക്ഷങ്ങളോടുകൂടി താല്പര്യം കൊണ്ടാണ് ഞാൻ ആ നഴ്സറി ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പോൾ എൻ്റെ നഴ്സറിയിൽ 20ഓളം സ്റ്റാഫുണ്ട്. 20ഓളം കുടുംബം ഇതുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് എൻ്റെ ഈ നഴ്സറിയിലും ഞാൻ ബഡ്ഡിങ്ങിൻ്റെ തോട്ടത്തും ഇത് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ ആയിട്ട് 20ഓളം സ്റ്റാഫ് എൻ്റെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട്. അതായത് കളവ് പറഞ്ഞ് ഞാൻ ഇതുവരെ ഒരു സെയിലും ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. അതായത് 100% നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റിയിൽപ്പെട്ട സ്വദേശിയും വിദേശിയും ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമാണ് നമ്മുടെ നഴ്സറിയിൽ വിൽക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കൂടെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ വീണ്ടും ക്ഷണിച്ചത്. അതെന്താണെന്ന് പുള്ളി ചോദിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയാം. സാർ, അപ്പോൾ ഈ നഴ്സറി തുടങ്ങിയത് മുതൽ നമ്മുടെ ചാനലും കൂടെ ഉണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടിനെ പറ്റി എന്താ? നിങ്ങളുടെ ചാനൽ വഴിയാണ് നമ്മുടെ ഈ ജനങ്ങൾ മൊത്തം അറിഞ്ഞിട്ട് നമ്മുടെ നഴ്സറിയിൽ വന്ന് ഈ പ്ലാന്റുകൾ കൂടുതലും വാങ്ങുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ ഇതുവരെ 4 വർഷത്തോളമായി. അപ്പോൾ ഇത്രയും പേര് ഇപ്പോൾ ജോലിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാർ എന്തായാലും ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഹാപ്പിയാണല്ലോ? 100% ഹാപ്പിയാണ്. സാർ, ശരിക്കും നമ്മൾ വിളിക്കാനുള്ള കാരണം എന്താണ്? അതായത് ഈ മാവിൻ്റെ, അതായത് വേൾഡ് നമ്പർ 1 എന്നറിയപ്പെടുന്ന, അതായത് ഈ ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വെറൈറ്റി മാവുകൾ, ഏറ്റവും ടോപ്പ് വെറൈറ്റി മിയാസാക്കി, നാംഡോക്കുമായി, ആർട്ടുവിട്ടു, ബനാന മാംഗോ തുടങ്ങിയ ഇന്ന് നമുക്കിവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല വെറൈറ്റി മാവിൻ്റെ ബഡും ഗ്രാഫ്റ്റുമായിട്ടുള്ള വലുതും ചെറുതുമായ പ്ലാന്റുകളെല്ലാം നമ്മുടെ നഴ്സറിയിലുണ്ട്. അതുപോലെ ഞാൻ ബാരലിൽ നട്ട്, അതായത് തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ കുറച്ച് സ്ഥലമായിട്ട് താമസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് വീടിൻ്റെ മുകളിലോ വീട് മുറ്റത്തൊക്കെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് തയ്യാറാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാരലിൽ നട്ട് നമ്മൾ പരിപാലിക്കേണ്ട രീതികളും കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ കളക്ഷനും വെറൈറ്റികളും അല്ലേ എല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് വരുന്ന സമയത്താണ് ഇദ്ദേഹം വിളിച്ചിട്ട് നമുക്ക് വീഡിയോ തരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി തൈകൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു നഴ്സറിയാണ് ഗ്രീൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അറിയാം. നിലവിൽ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന വെറൈറ്റിയും പിന്നെ ഈ ചുവന്ന ചക്ക, ഇതൊക്കെ കേരളത്തിലെ ഏറ്റവും വിലക്കുറവ് 30 രൂപ 35 രൂപ റേഞ്ചിലാണ് ഇപ്പോഴും ഇദ്ദേഹം വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ്, ആ ഒരു കണ്ടന്റിലൂടെയാണ് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നുള്ളത്. അതിന് മാത്രമല്ല വിലക്കുറവ്, ബാക്കി ഫ്രൂട്ട് പ്ലാന്റ്സിലുള്ള ന്യായമായ വില മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ വന്നാലും ഇവിടെ ഇപ്പോൾ തിരക്കാണ്. പഴച്ചെടികളുടെ സെയിൽ മാത്രമല്ല ഇദ്ദേഹത്തിനുള്ളത്. സാർ, പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കാം? അതെ, ഞാൻ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും പാഴ്ശൂന്യമായി കിടക്കുന്ന സ്ഥലം എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇവിടെ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ JCB പണിക്കാരായിട്ട് പോയിട്ട് നിങ്ങളുടെ രീതി അനുസരിച്ച് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ നന്നായിട്ട് പ്ലാന്റ് ചെയ്ത് തരും. അതിന് നമ്മൾ അഡീഷണൽ ചാർജ് ഒന്നും വാങ്ങിക്കുന്നില്ല. പ്ലാന്റിൻ്റെ പൈസയും വരുന്ന പണിക്കാരുടെ JCBയുടെയും JCB കിറ്റാച്ചിയാണ് കിറ്റാച്ചി. അതിന്റെ ചാർജ് ഇല്ല, യാതൊരു അഡീഷണൽ ചാർജ് ഞങ്ങൾ ഈടാക്കുന്നില്ല. അത് മാത്രം പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ പരിചരണങ്ങൾ, മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള പരിചരണങ്ങൾ വീണ്ടും അത് നമ്മൾ നോക്കി എന്താണെന്ന് ചെയ്ത് കൊടുക്കണം. അപ്പം മെയിൻ്റെനൻസിന് വേണ്ടി വിളിച്ച് ധാരാളം വർക്കുകൾ, ഇപ്പോൾ വരുന്ന വർക്കുകൾ മൊത്തം നമുക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ധാരാളം വർക്കുകളുണ്ട്. ഓക്കെ, സാർ പറയുന്നത് പ്ലാന്റ് ചെയ്ത് കൊടുക്കും, പിന്നെ മെയിൻ്റെനൻസിന് വിളിച്ചാൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്തു അല്ലേ. അതിന്റെ മരുന്നിന്റെ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഫംഗസ്, പൂപ്പൽ, ബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പോയി നോക്കി അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് 2 മാസം 3 മാസം കൂടുമ്പോഴുള്ള വളപ്രയോഗങ്ങൾ അതും നമ്മൾ കൃത്യമായിട്ട് പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാം. റംബുട്ടാൻ ഫ്രൂട്ടിന്റെ പഴത്തിന്റെ സമയമായിട്ടുണ്ട്. എൻ്റെ വീട്ടിന്റെ എനിക്ക് കുറച്ച് റംബുട്ടാൻ, ഒരു 8-3 റംബുട്ടാൻ ഇപ്പോൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഫ്രൂട്ടിന്റെ വെറൈറ്റികളും അത് പഴുത്ത് നിൽക്കുന്ന അതും കൂടെ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചാനൊന്ന്
മനസ്സിലാക്കി പറഞ്ഞു തരാം. അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നഴ്സറിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വെറൈറ്റികൾ കാണാം, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നഴ്സറിലോട്ട് പോയാലോ? ഇത് നാംഡോക്ക് ബൈയുടെ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നഴ്സറിയിലെ ബാരലിൽ വെച്ചതാണ്. ഇതിപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കായ്ച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിലിപ്പോൾ ഈ പൂവായി തുടങ്ങി. അതായത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ പൂർണ്ണമായിട്ടും തീർന്നു, എന്നിട്ടും ഇത് ആൾ സീസൺ വെറൈറ്റിയാണ്. നാംഡോക്ക് എന്ന് പറഞ്ഞാൽ ആൾ സീസണാണ്, സീസണിൽ എപ്പോഴും കായ്ക്കുന്നത്. ഇപ്പോൾ അടുത്ത സെക്ഷൻ വീണ്ടും ഇത് പൂവായിട്ടുണ്ട്. ഇത് നമുക്ക് ബാരലിൽ വീട് മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവാണ് ഈ നാംഡോക്ക് മാവ്. ഇവിടെ ഈ കാണുന്നതാണ് മാവ്. മിയാസാക്കി മാവിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. അതായത് വേൾഡിൽ ഏറ്റവും വില കൂടുതലുള്ള 3 ലക്ഷം രൂപയോളം 1 കിലോ മാമ്പഴത്തിന് വിലയുള്ള മിയാസാക്കി മാവിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റും ബഡും ആയിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഇത് ജപ്പാൻ്റെ മാവാണ്. ജപ്പാനിൽ മിയാസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ മാവാണ് ഈ കാണുന്നത്. ഇത് ആൾക്കാർക്ക് ബാരലിൽ വേണമെങ്കിലും നടാം. വീട് മുറ്റത്ത് ചെടി പോലെ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു മാവാണ്. പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താനും പറ്റുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് ഈ മിയാസാക്കി മാവ്. ഇപ്പോൾ ആൾക്കാർ ധാരാളം വാങ്ങിയിട്ട് പാലുകാച്ച് വീടുകളിൽ അല്ലാതെ ബന്ധു വീടുകളിലൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി മാവാണ് മിയാസാക്കി. മിയാസാക്കിയുടെ ഒറിജിനൽ വെറൈറ്റിയാണ്. നമ്മുടെ ഈ നഴ്സറിയിൽ ഒറിജിനൽ പ്ലാന്റുകളല്ലാതെ മറ്റൊരു പ്ലാന്റും ഞങ്ങൾ കളവ് പറഞ്ഞ് വിൽക്കാറേ ഇല്ല. നമ്മുടെ ഇവിടെ ഉള്ള ഫ്രൂട്ട് പ്ലാന്റുകളിലെല്ലാം അതാത് വെറൈറ്റിയുടെ ടാഗ് ചെയ്ത് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. അതിവിടെ വരുന്നവർക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന അതാതിൻ്റേതായ ഒറിജിനൽ പ്ലാന്റുകൾ മാത്രമേ നമ്മുടെ നഴ്സറിയിൽ ഞങ്ങൾ വിൽക്കാറുള്ളൂ. ഇത് രണ്ട് വെറൈറ്റി കളറാണ്. ഈ കാണുന്നത് മിയാസാക്കിയുടെ വയലറ്റ് കളറാണ്. ഈ കാണുന്നത് മിയാസാക്കിയുടെ റെഡ് വെറൈറ്റിയാണ്. നമ്മുടെ നഴ്സറിയിൽ മിയാസാക്കിയുടെ 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി ഉള്ളൂ. ആ 2 വെറൈറ്റിയും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകളാണ്. കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഇത് രണ്ടും. ഈ കാണുന്നത് പുതിയൊരു വെറൈറ്റിയാണ്. അതായത് വേൾഡിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് 2ാം സ്ഥാനം 3ാം സ്ഥാനമൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ബനാന മാംഗോ. ഇത് ഏകദേശം ഒരു 1/2 അടി മുതൽ 3/4 അടിയോളം നീളം വരും ഒരു മാങ്ങയ്ക്ക്. ഇതിൻ്റെ സീഡ് എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലിൻ്റെ അത്ര കനവേ ഉണ്ടാവുള്ളൂ. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ബനാന മാംഗോ. ബനാന മാംഗോ നമ്മുടെ നഴ്സറിയിൽ സെയിൽ തുടങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി നട്ട് ടെറസിൻ്റെ മുകളിലും ബാരലിലൊക്കെ വച്ച് നട്ട് അത് ആൾക്കാർ കണ്ടിട്ട് പലരും അതിൽ കാച്ചു നിൽക്കുന്ന മാങ്ങ കണ്ടിട്ടാണ് പലരും ഇവിടെ വന്ന് നമ്മുടെ ഇപ്പോൾ ഈ വെറൈറ്റി മാവുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നല്ല വെറൈറ്റി മാവുകളാണ് ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ വെറൈറ്റി മാവുകളെല്ലാം. ഈ ബനാന മാംഗോയുടെ 2 കളറുണ്ട്. അതിൻ്റെ യെല്ലോ വെറൈറ്റി ഉണ്ട്, അതിൻ്റെ റെഡ് വെറൈറ്റി ഇതായിരിപ്പുണ്ട്. ഇത് രണ്ടും കൊണ്ട ഗ്രാഫ്റ്റും ബഡ് തൈയുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. ഏകദേശം ഒരു 5-6 അടിയോളം ഹൈറ്റുള്ള മാവ് നമ്മുടെ ഈ നഴ്സറിയിൽ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നാംഡോക്ക് മായി. ഈ നാംഡോക്ക് മായുടെ 2 കളറുണ്ട്, ഗോൾഡ് ഉണ്ട്, അതിൻ്റെ വയലറ്റ് ഉണ്ട്, പർപ്പിൾ വെറൈറ്റി 2 വെറൈറ്റി ഉണ്ട്. അതിൽ ഈ നാംഡോക്ക് മായി മാവെന്ന് പറയുമ്പോഴത്തേക്ക് ആൾ സീസണാണ്. അത് സീസണല്ല, എല്ലാ സമയത്തും ഇങ്ങനെ മാങ്ങ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നാംഡോക്ക് മായി. അതിൻ്റെ ബഡും ഗ്രാഫ്റ്റുമായിട്ടുള്ള തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ ബാരലിൽ വെച്ച് അതായത് പൂവായിരിക്കുന്ന തൈ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഈ കാണുന്നത് റെഡ് ഐവറി എന്ന് പറഞ്ഞൊരു നല്ലൊരു വെറൈറ്റി മാവാണ്. ഇത് കുറച്ച് നീളം കൂടുതലാണ്. അതായത് നല്ല ചുവപ്പും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് ഈ റെഡ് ഐവറി. ഈ കാണുന്നത് ബ്ലാക്ക് മാംഗോ. അതായത് മാവിൻ്റെ ഇല അതായത് കണ്ടില്ലേ, അതിൻ്റെ തിളിര് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കറുത്ത. അതായത് മാങ്ങയുടെ പുറം ഭാഗം നല്ല കറുപ്പായിരിക്കും, ഉള്ളു നല്ല ചുവപ്പായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാവ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്ന ബ്ലാക്ക് മാംഗോ. ഈ ഒരു വെറൈറ്റിയുടെ മാങ്ങയുടെ സൈസ് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും. കാരണം ഇതിന്റെ വെറൈറ്റിയുടെ പേരെന്ന് പറഞ്ഞാൽ 4 kg മാംഗോ എന്നാണ്. 4 kg എന്ന് ഒരു മാങ്ങ അല്ലേ, ഒരു മാങ്ങ 4 കിലോളം വലിപ്പമുണ്ട്. ഈ ഒരു വെറൈറ്റിയുടെ വലിയ തൈകളാണ് ഇരിക്കുന്നത്. ഇതിന്റെ തന്നെ ചെറിയ തൈകൾ നമ്മളിപ്പോൾ കാണിക്കുന്ന ഏത് വെറൈറ്റിയുടെ ആയാലും ചെറിയ തൈകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിപ്പ കൂടുതലുള്ള തൈയാകുമ്പോൾ വില കൂടുതൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തൈകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് 4 kg അല്ലേ, 4 kg നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. ഇപ്പോൾ 7 കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അതിന്റെ കടവണം നേരത്തെ പറഞ്ഞത് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല സൂപ്പർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ആരും ചെറിയ പ്ലാന്റിലേക്ക് പോകില്ല. ഉറപ്പായിട്ട് ഈ ഒരു പ്ലാന്റ് എടുത്ത് കൊണ്ടുപോകാൻ നോക്കുള്ളൂ. നിങ്ങൾക്ക് വാഹന സൗകര്യം മാത്രം ഉണ്ടായാൽ മതി. ഇതേ കണ്ടില്ലേ, ഇത്രയും നല്ല പ്ലാന്റ്സ് ആണ്, കണ്ടോ, നല്ല പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ. ഈ കാണുന്നതാണ് മാവിൻ്റെ സ്പെഷ്യൽ വെറൈറ്റി ചില്ലി മാംഗോ എന്ന് പറയും. അതായത് നമ്മുടെ ബജിമുളകിൻ്റെ ഏകദേശം ആ ഒരു ഷേപ്പ് വരുന്ന ഒരു നല്ലൊരു വെറൈറ്റി മാവാണ്. ഇത് അമേരിക്കൻ്റെയാണ്, നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ചില്ലി മാംഗോ. നമ്മുടെ നാട്ടിൽ ധാരാളം കായ്ക്കുന്ന ഒരു വെറൈറ്റി മാവാണ് ചില്ലി മാംഗോ. ഇത് നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ബാരലിൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ചില്ലി മാംഗോ. ഈ കാണുന്നതാണ് നമ്മുടെ അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു പുതിയൊരു വെറൈറ്റി മാവാണ്. അതായത് സ്വദേശിയും വിദേശിയുമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിലുണ്ട്. അക്കൂട്ടത്തിൽ ഇതെല്ലാം പുതുതായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളാണ്. നമ്മുടെ കൊണ്ട ഗ്രാഫ്റ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാൻ നല്ല മനോഹരം ആയ ഒരു വെറൈറ്റി മാവാണ് ഈ അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറയുന്നൊരു വെറൈറ്റി മാവ്. ഈ കാണുന്നത് മറ്റൊരു വെറൈറ്റി മാവാണ്
ബ്രൂണായ് കിങ് എന്ന് പറയും. ഇതും ഏകദേശം 4 കിലോയിൽ കൂടുതൽ വലിപ്പം വരുന്ന, ഒരു മാങ്ങയ്ക്ക് 4 കിലോയിൽ കൂടുതൽ വലിപ്പം വരുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ ബ്രൂണായ് കിങ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാവ്. ഇത് കുറച്ച് നീളം കൂടുതലുള്ളൊരു മാങ്ങയാണ്. നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ബ്രൂണായ് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഈ കാണുന്നത് സുവർണ്ണരേഖ എന്ന് പറഞ്ഞൊരു മാവാണ്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. അത് നല്ല ചുമന്നിട്ട് കാണാനും നല്ല ഭംഗിയുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള, നല്ല മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്ന സുവർണ്ണരേഖ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവ്. ഈ കാണുന്നത് അതിൻ്റെ ഇല ചെറുതായിരിക്കും, അധികം വലുതാവാതെ തന്നെ ചെറുതിലെ കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ സുവർണ്ണരേഖ മാവ്. ഇത് R2 ഇട്ടു എന്ന് പറഞ്ഞൊരു നല്ലൊരു വെറൈറ്റി മാവാണ്. അതായത് മാങ്ങ പച്ചയായി വിളഞ്ഞ് ആകുമ്പോൾ തന്നെ അത് ചുവന്ന് തുടങ്ങും. പഴുക്കുമ്പോൾ നല്ല കടുചുവപ്പ് നിറമുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് ഈ R2 ഇട്ടു എന്ന് പറയുന്നത്. അത് ഒരു മാങ്ങ ഒരു കൊലയിൽ ഒരെണ്ണം കായ്ക്കുകയാണെങ്കിൽ ഏകദേശം 1 കിലോ വലിപ്പം വരും. അതായത് 2-3 എണ്ണം ആണെങ്കിൽ ഒരു 500-600 ഗ്രാം വരും. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഏറ്റവും നല്ലൊരു വെറൈറ്റി പെടുന്ന ഒരു മാവാണ് ഈ R2 ഇട്ടു എന്ന് പറയുന്ന മാവ്. ഇതിൻ്റെ തൈകൾ, ഇതിൻ്റെയും ബഡും കൊണ്ടഗ്രാഫ്റ്റിയുടെ തൈകൾ ചെറുതും വലുതുമായിട്ട് നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു മാവാണ് ഈ കോട്ടർക്കുടം വരിക്കമാവ്. അതായത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാവാണ് ഈ കോട്ടർക്കുടം വരിക്കമാവ് എന്ന് പറയുന്നത്. ഇത് കേടുസാധ്യത തീരെയില്ല. ഇതിൻ്റെ തോല് കട്ടിയുള്ളത് കാരണം പുഴുക്കേട് അധികം വരാത്ത നല്ലൊരു വെറൈറ്റി മാവാണ് ഈ കോട്ടർക്കുടം വരിക്കമാവ്. അതിൻ്റെ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റ് വരും. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ മൂവിങ് ഉള്ളത്. ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വലിയ പ്ലാന്റുകളാണ്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മറ്റു മാവുകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് കലപ്പാടി മാവ്. ഈ കലപ്പാടി മാവ് എന്ന് പറയുമ്പോൾ മാങ്ങ അല്പം ചെറുതായിരിക്കും, ഇങ്ങനെ കിളിച്ചുണ്ട് പോലെ വരുന്നൊരു വെറൈറ്റി മാവാണ്. ആൾ സീസണാണ്. സീസണില്ലാത്തപ്പോൾ കുറച്ച് കായ്ക്കും, സീസണിൽ കൂടുതൽ കായ്ക്കും. ഇത് പുഴുക്കേട് അധികം വരാത്ത നല്ല മധുരമുള്ളൊരു വെറൈറ്റി മാവാണ്. നാര് കുറവാണ്. വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് കലപ്പാടി മാവ്. ആൾക്കാർക്ക് വളരെ ഇഷ്ടം ഉള്ളൊരു നല്ലൊരു വെറൈറ്റി മാവാണ് ഈ കലപ്പാടി മാവ്. ഈ മാവിൻ്റെ നമ്മുടെ നഴ്സറിയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഏകദേശം ഒരു 10-60 വെറൈറ്റി മാവുണ്ട്. അതിൻ്റെ കുറച്ച് പേരുകൾ ഞാൻ പറയാം. എല്ലാ മാവിൻ്റെ അടുത്തും പോയി പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് കാണിക്കാനായിട്ടുള്ള സമയമല്ല, വീഡിയോ ഒരുപാട് നിങ്ങളായി പോകും. അതുകൊണ്ട് കുറച്ച് പേരുകൾ ഞാൻ പറയാം. നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉള്ള മറ്റു കുറേ വെറൈറ്റികൾ മൽഗോവയുണ്ട്, ബെങ്കനപ്പള്ളിയുണ്ട്, കല്ലുകെട്ടിയുണ്ട്, തുടങ്ങി കുറേ വെറൈറ്റികൾ. അതായത് എനിക്കിപ്പോൾ പേരുകൾ തന്നെ എല്ലാം പറയാനായിട്ട് ഓർമ്മ വരുന്നത്. 10-60ഓളം വെറൈറ്റി മാവ് നമ്മുടെ നഴ്സറിയിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ ധാരാളമുണ്ട്. നമ്മുടെ നഴ്സറിയിലെ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ സീഡ്ലെസ് നാരകം. അതായത് നമ്മളെ വിദേശത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ മിക്ക വീടുകളിലും ഒരു മുടങ്ങളില്ലാത്ത വീടുകൾ ഇത് നാരകം നട്ടിട്ടില്ലാത്ത വീടില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് തോടും കൂടെ കട്ടിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ വളരെ ടേസ്റ്റുള്ളതും നല്ല മണമുള്ള നല്ലൊരു വെറൈറ്റി പെടുന്നൊരു നാരകമാണ് സീഡ്ലെസ് നാരകം. അതിൻ്റെ കാച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അത് നമുക്ക് തൊട്ടപ്പുറത്ത് ബാരലിൽ ഇരിപ്പുണ്ട്. ഞാനത് കാണിച്ചു തന്നിട്ട് കുറച്ചുകൂടെ വിശദീകരിച്ച് അത് പറഞ്ഞു തരാം. ആ നാരകം ഏറ്റവും നല്ല നമുക്ക് സാധാ നാരകം എന്ന് പറയുമ്പോഴത്തേക്ക് അത് സീസൺ ഇല്ലാത്തപ്പോഴത്തേക്ക് നമുക്ക് കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതാണ് കിട്ടുന്നത്. അത് നമുക്ക് നീരധികം ഉണ്ടാവാറില്ല. ഇത് തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ആൾ സീസൺ നാരകമാണ് ഈ സീഡ്ലെസ് നാരകം. ഈ കാണുന്ന നാരകം, ഈ സീഡ്ലെസ് നാരകം നമ്മുടെ നഴ്സറിയിൽ ബാരൽ നട്ട് വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കാച്ചിരിക്കുന്ന കാള് കണ്ടോ. ഇത് ഒരു കൊലയിൽ 10-12 എണ്ണം വരെ ഒരു കൊലയിൽ കായ്ക്കുന്നതാണ്. നമുക്ക് കട്ട് ചെയ്ത് തോടും കൂടെ ജ്യൂസ് അടിക്കാനായിട്ട് തന്നെ ഇത് ഓരോ കൊലയിലായിട്ട് കാച്ചിരിക്കുന്നത്. നിറച്ച് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് എല്ലാ വീടുകളിലും ഇത് ഒരു മുടങ്ങൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നാരങ്ങ ജ്യൂസ് ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് സീഡ്ലെസ് നാരകം. ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ വലിയ പ്ലാന്റുകളാണ്. ഇതിലും വലിയ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത സീസണിലാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ കായ്ച്ചത് ഞാൻ വീണ്ടും നഴ്സറിയിൽ കായ്ക്കാനായിട്ട് അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവ് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിൽ കായ്ക്കുന്നതും വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കായ്ക്കുന്ന വെറൈറ്റി പ്ലാവാണ്. ആൾ സീസണാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. മറ്റൊരു നഴ്സറിയിലും കിട്ടാത്ത വിലയ്ക്കാണ് ഞാനിവിടെ നമ്മുടെ നഴ്സറിയിലെ പ്ലാവിൻ്റെ തൈകൾ വിൽക്കുന്നത്. 30 രൂപ മുതൽ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ എൻ്റെ നഴ്സറിയിൽ വരുന്ന എല്ലാവർക്കും എത്ര തൈ വേണമെങ്കിലും 30 രൂപയ്ക്കാണ് ഈ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഏറ്റവും ചെറിയ തൈ ഞാൻ നഴ്സറിയിൽ കൊടുത്തു വരുന്നത്. ഇതിൻ്റെ മറ്റുള്ള വെറൈറ്റി പ്ലാവുകൾ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താം, കാണാം നമുക്ക്. ഈ കാണുന്നത് സിംഗപ്പൂർ വരിക്ക എന്നൊരു വെറൈറ്റി വരിക്ക പ്ലാവാണ്. ഇത് ജാക്ക് സിന്ദൂർ, കൊല്ലം ഭാഗത്തുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാവാണ് ജാക്ക് സിന്ദൂർ. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് സിദ്ധു എന്ന് പറഞ്ഞ വെറൈറ്റി, കർണാടകയിലുള്ള ഏറ്റവും നല്ലൊരു വെറൈറ്റി പ്ലാവാണ് സിദ്ധു. ഇത് ചക്ക ചെറുതായിരിക്കും, ചുള നല്ല ചുവപ്പുള്ള, ഏകദേശം 3 കിലോ വലിപ്പം ഉണ്ടാകുള്ള ഒരു ചക്കയ്ക്ക്. ചെറിയ ചക്കയായിരിക്കും, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സിദ്ധു വെറൈറ്റിപ്പെട്ട പ്ലാവാണ്. ഇതിൻ്റെയും ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറി ധാരാളം അവിടെയുണ്ട്. ഇത് തായ്ലാൻഡ് റെഡിൻ്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ചുവന്ന ചക്കച്ചുള, അതായത് ചെമ്പരത്തി പോലെ ചുവന്ന ചക്കച്ചുളകളുള്ള പ്ലാവിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്. ഇതിലും ചെറിയ തൈയുണ്ട്. ഈ തായ്ലാൻഡ് റെഡ് ചുവന്ന ചുളയുള്ള ചക്കയുടെ തൈകൾക്ക്
35 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ നഴ്സറിയിൽ നമ്മളവിടെ നിന്ന് കൊടുക്കുന്നത്. വിയന്ന സൂപ്പർ എർലിയുടെ 30 രൂപ. ഈ തായ്ലാൻഡ് റെഡ് വരിക്ക പ്ലാവിൻ്റെ തൈകൾ 35 രൂപയ്ക്കാണ് ഞാൻ നമ്മുടെ നഴ്സറിയിൽ കൊടുത്തുകൊണ്ട് ആവശ്യം പോലെ കൊടുക്കാനായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നഴ്സറിയിലെ മറ്റൊരു നല്ലൊരു വെറൈറ്റി പ്ലാവാണ് ഇവിയാർക്ക് പ്ലാവിൻ്റെ തൈ. ഈ ഇരിക്കുന്ന ഇവിയാർക്ക് പ്ലാവിൻ്റെ തൈയാണ്. ഇത് ഫിലിപ്പീൻസിൻ്റെയാണ്. ഒരു ചക്ക 30 കിലോയിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകും. 30 കിലോയിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകും. ടേസ്റ്റിലും ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി പ്ലാവാണ് ഇവിയാർക്ക്. ഇത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പ്ലാവാണ്, ചക്കയാണ് ഈ ഇവിയാർക്ക് എന്ന് പറഞ്ഞ പ്ലാവ്. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളം സ്റ്റോക്കുണ്ട്. സീഡ്ലെസ്, കുരുവില്ല ചക്കയിൽ കറയില്ലാത്ത ഒരു വെറൈറ്റി പ്ലാവാണ് ഈ കാണുന്നത്. ഇത് ഗംലെസ് ആണ്. ഈ കാണുന്നത് ജാക്ക് സിന്ദൂർ വരിക്ക. നങ്കടാക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. നങ്കടാക്ക് അതായത് ഇതൊരു ചക്ക 3 കിലോളം വലിപ്പം വരുന്ന നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചുളകൾ ചുവന്ന നല്ലൊരു വെറൈറ്റിയാണ് നങ്കടാക്ക് എന്ന് പറയുന്ന വെറൈറ്റി. ഈ പ്ലാവിൻ്റെ ഏകദേശം ഒരു 40ഓളം വെറൈറ്റി തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. കംബോഡിയൻ ഓറഞ്ചാക്ക്. ഈ ഇരിക്കുന്നതെല്ലാം പ്ലാവിൻ്റെ വിവിധ വെറൈറ്റിപ്പെട്ട ചെറുതും വലുതുമായ പ്ലാന്റുകളാണ്. ഈ കാണുന്നതെല്ലാം ഈ വിയന്ന സൂപ്പർ എർലിയുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ കാണുന്നത് തായ്ലാൻഡ് റെഡിൻ്റെ കുറച്ച് മീഡിയം ടൈപ്പ് പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ പ്ലാവിൻ്റെ ധാരാളം വെറൈറ്റി ചെറുതും വലുതുമായിട്ട് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ ധാരാളം പ്ലാവിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കളക്ഷനുള്ള ഒരു നഴ്സറിയാണ് നമ്മുടെ നഴ്സറി. ഈ നിൽക്കുന്നത് ഒരു മെഡിസിൻ പ്ലാന്റാണ്. മക്കോട്ട ദേവ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ ഉപയോഗഗുണം അറിയാം, പലർക്കും അറിയില്ല. പക്ഷേ ഇത് നല്ലൊരു മെഡിസിൻ പ്ലാന്റാണ്. നമുക്ക് എല്ലാ വീടുകളിലും ചെടി പോലെ വീട് മുറ്റം നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഷുഗർ നോർമലാകാനും കൊളസ്ട്രോൾ കുറയാനും ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഈ മക്കോട്ട ദേവ പ്ലാന്റ്. ഇതിൻ്റെ ഔഷധഗുണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തോല് ഉണക്കി നിശ്ചിത അളവിൽ പൊടിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ മക്കോട്ട ദേവ. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഇരിപ്പുണ്ട്. ചെറുതിൽ കാച്ചു തുടങ്ങുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ മക്കോട്ട ദേവ. ഫ്രൂട്ട് പ്ലാന്റിൽ നമ്മളെ ചെടിത്തോട്ടത്തും വീടുമുറ്റത്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് മരമുന്തിരി. ജബോട്ടിക്കാബ എന്ന് പറയും. മരമുന്തിരിയുടെ ധാരാളം വെറൈറ്റികളുണ്ട്. അതിൻ്റെ ഹൈബ്രിഡ് ഉണ്ട്, സാധാ കുറച്ച് വളർന്ന് വലുതായിട്ട് കായ്ക്കുന്നതുണ്ട്. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറി ധാരാളമുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 7 അടിയോളം ഹൈറ്റുള്ളതാണ്. ഇത് വർഷങ്ങളോളം കൊണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിറച്ച് കായാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം പഴുത്തു തുടങ്ങി. ഇത് വളരെ വേഗത്തിൽ കായാവുകയും പെട്ടെന്ന് തന്നെ പഴുക്കുകയും ചെയ്യുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ്. നമ്മുടെ കറുത്ത ഗ്രാപ്സ് മുന്തിരി, അതായത് സീഡില്ലാത്ത മുന്തിരിയുടെ വലിയ പോലെ ഇരിക്കുന്നത് വിളഞ്ഞ് പാകമാകുമ്പോഴത്തേക്ക് ഇത് ശരിക്കും പഴുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ് ഇതിൽ നിറച്ച് കായ്ക്കുന്നത്. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഞാൻ ഈ ഫ്രൂട്ടൊന്ന് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഈ സീഡ്ലെസ് കറുത്ത മുന്തിരി കഴിക്കുന്നതിൻ്റെ 10 മടങ്ങ് മധുരമുള്ള നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ്. നമുക്ക് വീട് മുറ്റത്തന്നെ നട്ട് എല്ലാവർക്കും ധാരാളം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് മരമുന്തിരി. എല്ലാവരും വീട് മുറ്റത്ത് വലുത് വാങ്ങാൻ കാശില്ലാതെ ഒരു ചെറിയ തൈകൾ നട്ട് കായ്പ്പിക്കുന്നത് നല്ലത്. ചെറുതിലെ ഹൈബ്രിഡ് ഉണ്ട്. ചെറുതിലെ കായ്ക്കുന്ന ഒത്തിരി വെറൈറ്റികൾ നമുക്കിവിടെ ധാരാളം സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഒരു പ്ലമ്മാണ്. ഗവർണേഴ്സ് പ്ലം എന്ന് പറയും. പ്ലമ്മിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. ഇത് ഗവർണേഴ്സ് പ്ലമ്മിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതും നമുക്ക് ബാരലൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ഈ ഗവർണേഴ്സ് പ്ലമ്മിൻ്റെ വെറൈറ്റികളെല്ലാം ഞാൻ പറയുന്നില്ല. പ്ലമ്മിൻ്റെ ഏകദേശം ഒരു 8-10 വെറൈറ്റി വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതെല്ലാം നമുക്ക് ബാരലിൽ വേണമെങ്കിലും കുറ്റിച്ചെടി പോലെ നിന്ന് കായ്ക്കുന്ന നല്ല വെറൈറ്റിപ്പെട്ട പ്ലാന്റുകളാണ് ഈ കാണുന്നത് അബിയുവിൻ്റെ സാധാ വെറൈറ്റി ഉണ്ട്. ഇത് പിന്നെ ജൈൻറ്റ് അബിയു ഉണ്ട്. അബിയുവിൻ്റെ ഏകദേശം ഒരു 7-8 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പ്ലാന്റ് ഉണ്ട്. ജൈൻറ്റ് അബിയു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 1 കിലോളം വലിപ്പം വരും. അത് ആൾ സീസണായിട്ടുള്ള വെറൈറ്റി അബിയു ഉണ്ട്, സാധാ വെറൈറ്റി ഉണ്ട്, ജൈൻറ്റ് അബിയു ഉണ്ട്. 3 വെറൈറ്റിയിൽ പെട്ടുന്ന അബിയു ഫ്രൂട്ട് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് നമുക്ക് ഒരു ഫ്രൂട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അത് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല നന്നായിട്ട് മരത്തിൽ നിന്ന് പഴുക്കുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളറായിരിക്കും. അത് നമുക്ക് നമ്മുടെ പഴത്തോട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് അബിയു. ഈ കാണുന്നത് നമ്മൾ അയണി അതായത് അയണിച്ചക്കയുടെ അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈകളാണ് ഈ കാണുന്നത്. അയണിച്ചക്കയുടെ അതായത് അയണിച്ചക്ക നമുക്ക് വലിയ മരം ഉണ്ടെങ്കിലും അത് നമുക്ക് കയറി പറിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കാരണം നമ്മൾ മാവ് പോലെ നിന്ന് കായ്ക്കുന്ന ബഡ് തൈകളാണ് ഇതായിരിക്കുന്നത്. ഈ കാണുന്നത് കപ്പൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്. അതായത് ഇന്തോനേഷ്യയിൽ പണ്ട് രാജകൊട്ടാരത്തിൽ മാത്രമേ നടാനായിട്ട് അധികാരമുണ്ടായിരുന്നു, പൊതുജനങ്ങൾക്ക് നടാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചാലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസം ഒരു പഴം നമ്മൾ ഇന്ന് കഴിച്ചാൽ ഒരു 3 ദിവസം വരെ നമ്മുടെ ബോഡി പെർഫ്യൂം അടിച്ചതുപോലെ നമ്മുടെ ബോഡിയുടെ വേർപ്പിന് നല്ല മണമായിരിക്കും.
ആ ഒരു വെറൈറ്റി പെടുന്ന പ്ലാന്റാണ് ഈ കപ്പൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന വെറൈറ്റിയാണ് മുസാമ്പി. മുസാമ്പിയുടെ സ്വീറ്റ്, മധുരമുള്ള മുസാമ്പി, അതായത് നല്ല മധുരമുള്ള ഓറഞ്ച് പോലെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റി മുസാമ്പിയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇതൊക്കെ നമുക്ക് ബാരലിൽ 100% ഉറപ്പായിട്ട് കായ്ക്കുന്നതും ബാരലിൽ കൃത്യമായിട്ട് നമുക്ക് വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്നതും വീട് മുറ്റത്ത് ചെടി പോലെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ സ്വീറ്റ് മുസാമ്പി. അതിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അയണിച്ചക്കയുടെ മറ്റൊരു വെറൈറ്റിയാണ് കെൽഡാൻ, വിദേശിയാണ്. ഇതും നമുക്ക് ചെറുതിലെ കായ്ക്കുന്നതാണ്. അതായത് ചുളത്തിരി കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ്. നല്ല മധുരവും നമുക്ക് വീട് മുറ്റത്ത് നട്ട് നമുക്ക് തന്നെ സ്വന്തമായി പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കെൽഡാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഈ കാണുന്നത്. ഇത് ലോങ്ങൻ. ലോങ്ങൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. വൈറ്റ് ലോങ്ങനുണ്ട്, റെഡ് ലോങ്ങനുണ്ട്. റെഡ് ലോങ്ങനൊക്കെ കായായിട്ടിരിപ്പുണ്ട്. ഇത് നമുക്കൊരു ഇതിൻ്റെ ഒരു ലോങ്ങൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വെറൈറ്റിയാണ്. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ലോങ്ങൻ്റെ ഒരു 10ഓളം വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്ന നമ്മുടെ പേരയുടെ വെറൈറ്റികളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പേരയാണ്. ഇത് RK കിരണുണ്ട്, കിലോ പേരയുണ്ട്, തായ്വാൻ്റെ പിങ്ക് പേരയുണ്ട്. പേരയുടെ കുറേ വെറൈറ്റികൾ അവിടെ ഇരിപ്പുണ്ട്. പേരയുടെ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം ഒരു 8-10 അടിയോളം ഹൈറ്റുള്ള പേര. ഇതെല്ലാം നിറച്ച് കാച്ചതാണ്, കാവുള്ളതാണ്. ഇത് തായ്വാൻ്റെ പിങ്ക് പേരയാണ്. നമ്മുടെ നഴ്സറിയിൽ നിന്ന് ചെറിയ പേരകൾ വാങ്ങിയാൽ പോലും അതിനകത്ത് തന്നെ നിറച്ച് ഉണ്ട്, കാച്ചിരിക്കുന്നതാണ്. ഇതിലെല്ലാം കാവുള്ളതാണ്. ഈ ഇരിക്കുന്നതെല്ലാം തായ്വാൻ്റെ പിങ്ക് പേരയാണ്. ഞാവലിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. അതായത് തായ് കിങ് ജംബോ വെറൈറ്റി പെടുന്നത്. അതായത് സീഡ് ചെറുതായിരിക്കും, കാവലിപ്പം കൂടുതലുള്ള അയൺ കണ്ടൻറ്റ് ധാരാളമുള്ളൊരു വെറൈറ്റിയാണ് ഞാവൽ. ഞാവലിൻ്റെ വൈറ്റ് ഞാവലുണ്ട്. അതിൻ്റെ ഹൈബ്രിഡായിട്ടുള്ള അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ ഞാവലാണ്. ചെറുതിലെ കായ്ക്കുന്നതായിട്ടുള്ള ഒരു 8-10 വെറൈറ്റി ഞാവൽ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒലോസോപ്പോ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കിട്ടുന്നൊരു പ്ലാന്റാണ് ഒലോസോപ്പോ. അത് ശർക്കര പഴം എന്ന് പറയും. ശർക്കര പോലെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് കിട്ടുന്നൊരു ചെടിയാണ് ഒലോസോപ്പോ. ഈ കാണുന്നത് മട്ടവ എന്ന് അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇത് നമ്മുടെ ഓറഞ്ചാണ്, നാഗ്പൂർ ഓറഞ്ച്. പുളിയില്ലാത്ത നല്ല മധുരമുള്ളൊരു വെറൈറ്റി ഓറഞ്ചാണ് ഈ ഇരിക്കുന്നത്. എല്ലാം കാച്ച പ്ലാന്റുകളാണ്. ഈ കാണുന്നത് ഞാവൽ വെറൈറ്റിപ്പെട്ട പ്ലാന്റുകളാണ് ഈ കാണുന്നത്. സ്വീറ്റ് ബുഷ് ഓറഞ്ച്. ഇത് തായ് കിങ് എന്ന് പറഞ്ഞ റെഡ് സപ്പോട്ട, ചിക്കു, അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. സപ്പോട്ടയുടെ ബനാന സപ്പോട്ടയുണ്ട്, കാലാപ്പാട്ടിയുണ്ട്, അതിൻ്റെ റെഡ് സപ്പോട്ട. ഈ കാണുന്നതെല്ലാം വലിയ പ്ലാന്റുകൾ. ഇതെല്ലാം നിറച്ച് കാവുള്ളതാണ്, കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കൊടംപുളി. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ധാരാളമുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ട് മധുരമുള്ളതാണ്, പുളിയല്ല, മധുരമുള്ളതാണ്. അതായത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ നീര് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ ഈ കാണുന്നതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് കറിവേപ്പില. അതായത് നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം വഹിക്കുന്നൊരു ചെടിയാണ് കറിവേപ്പില. ഇതിൻ്റെ ഇല ഭയങ്കര മണമാണ്. അതായത് ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ്. അത് സംഭാര കറിവേപ്പില എന്ന് പറയും. അതിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. നമ്മളെ കാരയ്ക്ക. അതായത് നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിത്യവും ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ഈ കാരയ്ക്ക. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തന്നെ. ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ചിലതിലൊക്കെ കാവുണ്ട്. ഇത് ഇസ്രായേലി ഓറഞ്ച്. ഈ കാണുന്ന നെല്ലി, നമ്മുടെ സാധാ വലിപ്പം കൂടുതലുള്ള ഒരു വെറൈറ്റി പെടുന്ന നെല്ലി ഇതാണ്. ഇത് റെഡ് നെല്ലി കായും ചുവപ്പായിരിക്കും, നെല്ലിയുടെ ഇലകളും നല്ല ചുവപ്പായിരിക്കും. ഈ കാണുന്നത് ശീമ നെല്ലി എന്ന് പറയും, പുളിയുള്ളൊരു നെല്ലിക്ക. ഇത് ഇല മണമുള്ള, അതായത് നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊന്ന് തിരുമ്പി നമുക്ക് മൂക്കിലും പിടിച്ച് നെറ്റിയിലും പിടിച്ച് കഴിഞ്ഞാൽ തലവേദന പെട്ടെന്ന് മാറുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ കാണുന്നത്. ഇത് ദേവദാരു എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഈ കാണുന്നത് ഗ്രാമ്പൂവിൻ്റെ തൈയാണ്. ഇത് നമ്മുടെ ഗ്രാപ്സ്, മുന്തിരി. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ബാരലിലോ വീട്ടിൻ്റെ ടെറസിലൊക്കെ നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന കറുത്ത ഗ്രാപ്സ് മുന്തിരിയുടെ തൈയാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം ഗ്രാപ്സ് മുന്തിരിയുടെയാണ്. ഇത് പീനട്ട് ബട്ടർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ദുരിയാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചക്ക പോലെ ചെറുതിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ദുരിയാൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഞാവൽ, ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതുകൊണ്ട് അതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയും. ഇത് നമ്മുടെ ബെയർ ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രീനുണ്ട്, റെഡുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഇതിൻ്റെ പൂവ്, ഇല ഇതെല്ലാം നിത്യവും നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന അഗസ്ത്യച്ചീരയുടെ വെറൈറ്റിയാണ്. ഈ കാണുന്നത് റൊളീനി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ലവ്ലോ നെല്ലിയാണിത്. ഈ കാണുന്നത് മാവെന്ന് പറയുമ്പോഴത്തേക്ക് ആൾസീസൺ മാവാണ്. നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി പെടുന്ന മാവാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇത് ആൾസീസണായിട്ട് കായ്ക്കുന്നതും അധികം വലുതാവാതെ ചെടി നല്ല ബുഷായിട്ട് നിന്ന് കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റിയും
മാവാണ് തായ്ലാൻഡ് ഈ കാണുന്ന മാവ്. ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായയുടെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് റെഡ് ലേഡി പപ്പായ. ഈ കാണുന്ന വെള്ളരി മാവ്, അതായത് നമുക്ക് അച്ചാറിന് ഉപയോഗിക്കാം, അച്ചാർ വീടുകളിൽ അച്ചാർ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു വെറൈറ്റി പെടുന്ന മാവാണ് വെള്ളരി മാവ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കാച്ചതും കായ്ക്കാറായതുമായ ചെറുതും വലുതുമായ പ്ലാന്റുകൾ ഇതായിരിപ്പുണ്ട്. ഇതെല്ലാം വെള്ളരി മാവാണ്. ഈ കാണുന്നത് നമ്മുടെ മാങ്കോസ്റ്റിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് മാങ്കോസ്റ്റിൻ. അതായത് അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുണ്ട്. ഏകദേശം കായ്ക്കാറായ വലിയ പ്ലാന്റുണ്ട്. ഒരു 8-9 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്. K100 എന്ന് പറയുന്ന നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കുള്ള ഈ മാങ്കോസ്റ്റിൻ. നമ്മുടെ മാങ്കോസ്റ്റിൻ്റെ ഫ്രൂട്ട് ഒന്ന് പൊട്ടി ഞാൻ ചന്ദ്രന് കഴിക്കാൻ കൊടുക്കേണ്ടത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചന്ദ്രൻ. പഴങ്ങളുടെ റാണി എന്നാണ് മാങ്കോസ്റ്റിൻ അറിയപ്പെടുന്നത്. ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് വെറൈറ്റി പെടുന്ന ഫ്രൂട്ടാണ്. ഇപ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് 500 രൂപയോളം വിലയുണ്ട് ഈ മാങ്കോസ്റ്റിൻ ഫ്രൂട്ട്. ഇത് നമുക്ക് വെയിൽ വേണ്ട, ഷെയ്ഡിൽ വളരുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് മാങ്കോസ്റ്റിൻ. ഭയങ്കര ടേസ്റ്റ്, നല്ല കഴിക്കും. ഈ കാണുന്നതാണ് അവക്കാഡോയുടെ ഒരു 3-4 വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ കാച്ച ട്രോപ്പിക്കൽ അവക്കാഡോയുടെ ഫ്രൂട്ടാണ്. അതായത് വെണ്ണപ്പഴം എന്ന് പറയും, ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അവക്കാഡോയുടെ ട്രോപ്പിക്കൽ വെറൈറ്റി ഫ്രൂട്ടാണിത്. അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് ഈ ഇരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. വളരെ ചെറുപ്പത്തിൽ കായ്ക്കുന്ന, നമ്മുടെ വീട്ടുവളപ്പിൽ നട്ട് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് അവക്കാഡോ ട്രോപ്പിക്കൽ. ഈ കാണുന്നത് സീൽ ലൂബി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത്. അതായത് ലൗല നെല്ലിക്കയുടെ നല്ല മധുരമുള്ളൊരു വെറൈറ്റി. ഇതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം കാച്ച തൈകളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരാൾ കൂടുതൽ ഹൈറ്റുള്ള നല്ല കായ്ച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഈ കാണുന്നത് ഹോം ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ്. സലാക്ക് എന്ന് പറയും, അതായത് സ്നാക്ക് ഫ്രൂട്ട് എന്ന് പറയും. നല്ലൊരു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ഈ സ്നാക്ക് ഫ്രൂട്ട്. നമ്മുടെ നഴ്സറി വരുന്ന ധാരാളം ആൾക്കാർ വാങ്ങുന്നൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ഈ ഇരിക്കുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെറുതും വലുതുമായ, അതായത് ഇതെല്ലാം കാച്ചു തുടങ്ങിയ നിറച്ച് ധാരാളം കായുള്ള ചെറുതും വലുതുമായ പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ കാണുന്നത് ചെറി വെറൈറ്റി പെടുന്ന ടെന്നീസ് ബോൾ ചെറി, സവർണ ചെറി, റിയോ ഗ്രാൻഡ് ചെറിയുടെ ഒരു 8-10 വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സെയിലിനായിട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് നമ്മുടെ ബേക്കറി ചെറി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല, അത് പ്രോസസ്സ് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് അതിൻ്റെ സീറ്റാണ്, അതായത് നല്ല മധുരമുള്ളതാണ്. പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ചെറിയാണ് ഈ സീറ്റുള്ളത്. ബേക്കറി ചെറിയുടെ സീറ്റാണ്. ഈ കാണുന്നത് മൂട്ടിപ്പഴം, അതായത് നമ്മുടെ ഒരു ചെടിയുടെ തടിയിൽ മാത്രം മൂട് മുതൽ കൊണ്ട വരെ ഇങ്ങനെ തടിയിൽ നിറയെ കായ്ക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. അത് കാച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു അലങ്കാര ചെടി പോലെ കാണാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് മൂട്ടിപ്പഴം. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭക്ഷണയോഗ്യമായ ഒരു ഔഷധ ഗുണമുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കുടംപുളി. ആ കുടംപുളിയുടെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ കാച്ച പ്ലാന്റുകൾ ചെറുതും വലുതുമായിട്ട് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കാച്ച് തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതും വലുതുമായ ധാരാളം പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. വളരെയധികം പോഷകഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കസ്റ്റാർഡ് ആപ്പിൾ. നമുക്ക് വലിയ മരമാവാതെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് കസ്റ്റാർഡ് ആപ്പിൾ. അതിൻ്റെ ഗോൾഡ്, വയലറ്റ് 3-4 വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ആൾക്കാരിപ്പോൾ ധാരാളം നട്ട് പരിപാലിക്കുന്നൊരു വെറൈറ്റി തേക്ക്, അതായത് ഇത് നിലമ്പൂർ തേക്കിൻ്റെ വെറൈറ്റിയാണ്. അതായത് സ്റ്റമ്പ് വേര് മുളപ്പിച്ച തൈകളാണ് ഈ കാണുന്നത് നമ്മൾ ബർമ തേക്ക് എന്ന് പറയും. ബർമ തേക്ക് അതും വേര് മുളപ്പിച്ചതാണ്. ഇത് രണ്ടും ഈ നിലമ്പൂർ തേക്ക് വളരുന്നതിൻ്റെ ഇരട്ടി വേഗതയിൽ ബർമ തേക്ക് വളരും. അതായത് ഒരു 30-40 വർഷം നിന്ന് ലക്ഷങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തേക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ പുതിയ ഒരു രീതിയിൽ ടിഷ്യൂ കൾച്ചറിൻ്റെ തേക്ക് വരുന്നുണ്ട്. അത് ആൾക്കാർക്ക് അറിയില്ലാതെ അത് വാങ്ങി പലരും ഇങ്ങനെ നടുന്നുണ്ട്. അത് എത്ര വർഷം നിന്നാലും അതിന് കാതൽ കിട്ടുകയോ അതിന് വിളവുണ്ടാകുകയോ ഇല്ല. ആയതിനാൽ അത് ദയവേത് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ തൈകൾ വാങ്ങി നടാതെ ഈ നമ്മുടെ നിലമ്പൂർ തേക്കിൻ്റെയും ബർമ തേക്കിൻ്റെയും തൈകൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഭാവിയിൽ വലിയ ഗുണം കിട്ടും. നമ്മുടെ നഴ്സറിയിലൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. സ്ഥല പരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ മുകളിലും വീട് മുറ്റത്തുമൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഡ്രമ്മിനെ ഇങ്ങനെ കട്ട് ചെയ്തത് ഓയിൽ വരുന്ന ഡ്രമ്മാണ്. ഇത് എത്ര കാലം ഇരുന്നാലും കേടുവരില്ല. ഈസിയായിട്ട് നമുക്ക് തൂക്കി ടെറസിൻ്റെ മുകളിലോ വീട് മുറ്റത്തോ ഒക്കെ നമുക്ക് വെച്ച് ഫ്രൂട്ട് പ്ലാന്റുകളെ നട്ട് പരിപാലിച്ച് വളർത്താൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കൈപിടി ഇട്ടിട്ടുണ്ട്. ആയത് കാരണം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നീക്കി അങ്ങോട്ട് സ്ഥലം മാറ്റി വയ്ക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വീട് മുറ്റത്തൊക്കെ ഇത് പ്ലാന്റുകൾ നടുന്നവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൂക്കി മാറ്റുക, അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് വെച്ച് നമുക്കിതിനെ പരിപാലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് വളരെയധികം പതിറ്റാണ്ടുകൾ ലാസ്റ്റ് ചെയ്യുന്നൊരു ഡ്രമ്മാണ്. ഇത് ഓയിൽ വരുന്ന ഒരു ഡ്രമ്മാണ്. ഇതിൻ്റെ പോളിമർ പോട്ട് ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നുണ്ട്.
അതുപോയിട്ട് എയർപോർട്ട്, അതൊക്കെ വളരെ തുച്ഛമായ കാലയളവ് കൊണ്ട് നശിച്ചു പോകും. ഇതാകുമ്പോൾ എത്ര വർഷം ഇരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളു നല്ല വിസ്താരമുള്ളത് കാരണം ഇതിനകത്ത് കേടുകൂടാതെ വർഷങ്ങളോളം നമുക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾ നന്നായിട്ട് നിൽക്കും. ഇതിൻ്റെ ഫുൾ ബാരൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് അവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ സൈസ് ആകുമ്പോൾ ഇതിൻ്റെ ഇത്രയും ഹൈറ്റ് കൂടെ കിട്ടും. ഏകദേശം ഒരു 4-4 അടി ഹൈറ്റ് കിട്ടുന്ന വലിയ ബാരലുകളും നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഡ്രമ്മുകളുടെ സെയിൽ മാത്രമല്ല, നിലവിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് ഇതുപോലെ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്ത വലിയ പ്ലാന്റ്സ്, നല്ല കായ്ച്ചതും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ ചെറിയ പ്ലാന്റ് അത് ഡ്രമ്മിൽ നട്ട് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെങ്കിലും ഈ ഗ്രീൻസ് നഴ്സറി എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഓർഡർ വന്നതാണല്ലേ? ഇത് രണ്ട് നിങ്ങളിവിടെ വന്ന സമയത്ത് ഓർഡർ വന്നതാണ്. അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളത് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ്. ഇതിനിപ്പോൾ വണ്ടി കൊണ്ടുപോകും. ഓക്കെ, അതായത് ഇത് നാംഡോക്ക് മായുടെ ഗോൾഡ് വെറൈറ്റിയാണ്. ഈ നിൽക്കുന്ന ബനാന മാങ്കയുടെ വെറൈറ്റിയാണ്. ഓക്കെ, ഇത് ഇനി നമ്മൾ അവിടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 പ്ലാന്റ്. അവർ വന്ന് തൈ സെലക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് അതിന് വേണ്ടി സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. പോട്ടി മിക്സ് എല്ലാം തയ്യാറാക്കി അവർ പറയുന്ന സ്ഥലത്ത് നമ്മുടെ വാഹന സൗകര്യം ചെയ്ത് എത്തിച്ചു കൊടുക്കും. ശരി, അപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് അവർ പറയുന്ന പ്ലാന്റ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ല മാത്രം ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമേ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പോട്ടി മിക്സ് ഉൾപ്പെടെ പ്ലാന്റുകൾ നട്ട് 2 പേർക്ക് ഈസി ആയിട്ട് തൂക്കി വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് റംബുട്ടാൻ്റെ വിവിധ വെറൈറ്റിയിൽപ്പെട്ട തൈകളാണ്. ഈ കാണുന്നത് N18 എന്ന് പറയുന്ന റംബുട്ടാനിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് വെറൈറ്റി എന്ന് പറയുന്നത് N18 ആണ്. വേൾഡിൽ ഏറ്റവും ഇപ്പോൾ കിട്ടാവുന്നത് വെച്ച് എല്ലാ വെറൈറ്റി റംബുട്ടാൻ തൈകളും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഏകദേശം ഒരു 11 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം വരികയാണ്. നമ്മളെ പേരത്തമ്പഴം കുരു ഇളകുന്നത് പോലെ ഇളകി വരുന്നതും പഴുത്ത് പൊട്ടുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു 10 തുള്ളിയെങ്കിലും തേന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ഏറ്റവും നല്ല മധുരമുള്ള വെറൈറ്റി റംബുട്ടാനാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. മറ്റൊരിടത്തും കിട്ടാത്തതായ വെറൈറ്റി റംബുട്ടാൻ പ്ലാന്റ് തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതായത് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് N18 250 രൂപ വേണം. 250 രൂപ മുതൽ ഏകദേശം കാച്ച വലിയ പ്ലാന്റ്, അതായത് ഒരു 10 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിൻ്റെ കാച്ചു നിൽക്കുന്ന പ്ലാന്റ് അതിൻ്റെ ഫ്രൂട്ട് പൊട്ടിച്ച് തേന് വരുന്നത് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ റംബുട്ടാൻ നടുകയാണെങ്കിൽ ഈ വെറൈറ്റി റംബുട്ടാൻ തൈകൾ നടുക. ഏറ്റവും നല്ല മദർ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പ്ലാന്റുകളാണ്, ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഈ കാണുന്ന എല്ലാ റംബുട്ടാൻ തൈകളും ഹോം ഗ്രൗണ്ട് ഇതാണ്. 100% ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് നടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് റംബുട്ടാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ പഴത്തോട്ടത്തിലാണ്. ഇതേ കണ്ടില്ലേ റംബുട്ടാൻ, ശരിക്കും പറഞ്ഞാൽ 2 വർഷം പഴക്കമായ പ്ലാന്റ് ഇതാണ്. തൈ കണ്ടോ, നിറയെ ഇത് കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇട്ടതുപോലെ കിടക്കുന്നത്. എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇത് കണ്ടോ, എത്ര പറിച്ചാലും തീരത്തില്ല, അമ്മാതിരിയാണ് കാഴ്ച കിടക്കുന്നത്. നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കാം. ഇത് N18 വെറൈറ്റിപ്പെട്ട റംബുട്ടാനാണ്. ഏകദേശം ഒരു കോഴിമുട്ടയുടെ അത്രയും ആകൃതിയും അത്രയും വലിപ്പമുള്ള റംബുട്ടാനാണ്. ഇത് പഴുത്ത് പൊട്ടുമ്പോൾ അതിനകത്തൊരു 10 തുള്ളിയെങ്കിലും തേനുണ്ടാകും നമുക്ക്. ഇത് തേനിനേക്കാളും മധുരമുള്ള അത്രയും നല്ലൊരു മധുരമുള്ള ഒരു വെറൈറ്റി റംബുട്ടാനാണ് ഈ കാണുന്നത്. അതുകൊണ്ട് കഴിച്ചു നോക്കി. കുരു നമ്മുടെ പേരത്തമ്പഴം കുരു ഇളകുന്ന പോലെ ഇളകി വരും. നല്ല മധുരമല്ലേ? നല്ല മധുരം. നമ്മൾ വാങ്ങുന്നതൊക്കെ ഒരു ഈ പുളി കൂടുതലുള്ള മധുരം ഉള്ളതായിരിക്കും. ഇത്രയും വലിപ്പമുള്ള കായും കിട്ടില്ല. പിന്നെ ഒന്ന് പറിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ്, അതെ ചൂടോടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഒരു പ്രത്യേകത തന്നെയാണ്. അതെ. അപ്പോൾ ഇത് 2 വർഷം പഴക്കമുള്ള അല്ലേ? 2 വർഷം പഴക്കം. N18 വെറൈറ്റിപ്പെട്ട റംബുട്ടാനാണ്. ഇവിടെ തോട്ടത്തിലുള്ളതൊക്കെ N18 തന്നെയാണോ? ഇവിടെ ഞാനൊരു 8 മൂട് റംബുട്ടാൻ നട്ടിട്ടുണ്ട്. അതിൽ 2 സ്കൂൾ ബോയ് ആണ്, ബാക്കി 6 N18 ആണ് നട്ടത്. അത് അപ്പുറത്തേക്കുന്ന അതൊക്കെ കുറച്ചുകൂടെ ഇതിന് മുന്നേ നട്ടതാണ്. ഇതിന്റെ പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ സെയിലിനുള്ള ഇത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് ഈ വെറൈറ്റി റംബുട്ടാൻ തന്നെയാണ്. ഇതാണ് നല്ലത്. അതെ, നല്ലതാണ്. ഇന്നുള്ളതിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി റംബുട്ടാൻ. അതായത് കായ്ഫലം കൊലയിൽ എണ്ണം കൂടുതൽ കിട്ടാനും കേട് സാധ്യത വളരെ കുറവും, പഴുത്ത് കഴിഞ്ഞാൽ മരത്തിൽ കേടാവാതെ കൂടുതൽ ദിവസം നിൽക്കുന്നത്, പറിച്ചു വെച്ചാൽ കേടാവാതെ നല്ല മരത്തോടുകൂടി നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നത് ആയ ഒരു വെറൈറ്റിപ്പെട്ട റംബുട്ടാനാണ് N18. നമ്മുടെ നഴ്സറി സീസൺ ഉണ്ട്. അത് ഇതിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, പക്ഷേ അത് കൊലയിൽ എണ്ണം കുറച്ചാണ് കഴിക്കുന്നത്. ഇതാണ് മാക്സിമം ഏറ്റവും നല്ല ടോപ്പ് N18 ആണ്. അതെ. അപ്പോൾ N18 തൈകൾ ആവശ്യത്തിന് നമ്മുടെ നഴ്സറിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം. നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറിയിൽ തന്നെ ഇദ്ദേഹം ഇതുപോലെ കുറച്ച് കൊണ്ടുവരാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ വരുന്നവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സീസണായി തുടങ്ങി, റംബുട്ടാൻ ഫ്രൂട്ട് പഴുത്തു തുടങ്ങി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പെടുന്നത് ഇത് കണ്ടില്ലേ, ഇത്രയാ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നഴ്സറി വരുന്നവർക്ക് ചോദിച്ചു വാങ്ങാൻ, ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് തൈകൾ വാങ്ങിക്കൊണ്ട് പോകാം. ഞാൻ എൻ്റെ വീടിനടുത്തുള്ളവർക്കും നമ്മുടെ നഴ്സറി വരുന്ന എല്ലാവർക്കും മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എല്ലാം പറിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതേപോലെ മാംഗോസിനും എല്ലാം കാച്ചിപ്പുണ്ട്. അത് നഴ്സറിയിലുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ ഒരു വെറൈറ്റി ഒരു നിങ്ങൾ കാണിച്ചു പ്ലാവ് അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. നമുക്ക് അതിന്റെ അടുത്തോട്ട് പോകാം. ഇതെന്റെ വീട്ടിലെ പഴത്തോട്ടത്തിൽ കാച്ചു നിൽക്കുന്ന ഒരു പ്ലാവാണ്. പ്ലാവല്ല, ഇത് പ്ലാവും അല്ല ആഞ്ഞിലും അല്ല, അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. അതായത് ഇത് ഒരു ഫ്രൂട്ടിൽ ഒരു 10, 12, 15 ചുള കാണും.
അതായത് ചക്കയുമല്ല, എന്നാലിത് അയണിച്ചക്കയുമല്ല. അയണിയുടെയും പ്ലാവിൻ്റെയും കൂടെ ഒരു സങ്കരമാണ്. അതായത് ചെമ്പടാക്കെന്ന് പറയും. അങ്ങനെ ഒരു വെറൈറ്റിപ്പെട്ടൊരു പ്ലാവാണ് ഈ കാച്ചു നിൽക്കുന്നത്. ചെറുതായിരിക്കും, ഇതിലൊരു 10, 12, 15 ചുളയേ ഉണ്ടാവുള്ളൂ ഒരു പ്രാവശ്യം. അത് പഴിക്കുമ്പോഴത്തേക്ക് ഒരു 100 മീറ്ററോളം ദൂരെ നിന്നാലും ഇതിൻ്റെ മണം വരും. അന്നേരം നമുക്കിതിനെ പറിച്ച് പൊളിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ഈ ചെമ്പടാക്ക്. നമ്മുടെ നഴ്സറിയിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമല്ല, ഇതിനെ നട്ട് പരിപാലിക്കേണ്ടതായ വളം, അതിന് ഉപയോഗിക്കേണ്ടതായ കീടനാശിനികൾ, സ്പ്രേയർ, ഇൻഡോർ പോട്ട്, ഔട്ട്ഡോർ പോട്ട്, എല്ലാ പഴ പച്ചക്കറികളുടെയും സീഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് ധാരാളമുണ്ട്.